ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. അഞ്ചാം ഘട്ടത്തിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. രാജ്യത്തെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കനത്ത ജാഗ്രത തുടരുന്നു. ഉഷ്ണതരംഗത്തെ തുടർന്ന് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾ വൻതോതിൽ നശിക്കുന്നതായി പഠനം. ധാതുമണൽ ഖനനത്തിനായി സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകി എന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ കേസെടുക്കണമെന്ന ഹർജി കോടതി തള്ളി. പാരീസ് ഒളിമ്പിക്സിന്റെ 400 മീറ്റർ റിലേയിൽ യോഗ്യത നേടി ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഈ മാസം 13-ന് നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ 9 സംസ്ഥാനങ്ങളിലെയും ജമ്മു കശ്മീരിലെയും 96 മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടന്നു. ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഈ മാസം 20-നാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13 വീതവും, പശ്ചിമബംഗാളിൽ 9-ഉം, ബീഹാറിൽ 8-ഉം, ഒഡീഷയിൽ 6-ഉം, ഹിമാചൽ പ്രദേശിൽ 4-ഉം, ഝാർഖണ്ഡിലെ 3-ഉം, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിലെ 1 സീറ്റിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 14 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ജൂൺ 1-നാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ദേശീയ നേതാക്കളും താരപ്രചാരകരും തെരഞ്ഞെടുപ്പ് പരിപാടികളുമായി സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ഇന്ന് വിവിധ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒഡീഷയിൽ ഗഞ്ചം ജില്ലയിലെ കനിഷിയിലും നബരംഗ്പൂർ ജില്ലയിലും നടന്ന പൊതുയോഗങ്ങളിൽ അദ്ദേഹം സംസാരിച്ചു. ആന്ധ്രാപ്രദേശിൽ രാജ്മുന്ദ്രിയിലും അനകാപ്പള്ളിയിലും ശ്രീ മോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയും BJPയിലെ മുതിർന്ന നേതാവുമായി പുഷ്കർ സിംഗ് ധാമി UPയിൽ പ്രചാരണത്തിലുണ്ട്. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് അവിനാഷ് പാണ്ഡെയും ഇന്ന് പ്രചാരണം നടത്തും. കോൺഗ്രസ് നേതാവും തെലങ്കാന മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എന്നിവർ ഇന്ന് തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിലാണ് പ്രചാരണം നടത്തുന്നത്. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലും പ്രചാരണം നടത്തും. RJD നേതാവും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് സാരൺ മണ്ഡലത്തിലും സിവാനിലും പ്രചാരണ രംഗത്ത് സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനും തടസ്സമില്ലാതെ ആളുകളെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നതിനുമായി ഗുജറാത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നൂതന ആശയങ്ങൾ അവതരിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ ഫ്ളാഷ് മോബും റൺ ഫോർ വോട്ടും സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഹിമാചൽ പ്രദേശ് സന്ദർശനം പുരോഗമിക്കുന്നു. ധരംശാല കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ഷിംലയിലെ ചരിത്രപ്രസിദ്ധമായ ഗേറ്റി തിയേറ്ററിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുക്കും. ധാതുമണൽ ഖനനത്തിനായി CMRL എന്ന സ്വകാര്യ സ്ഥാപനത്തിന് മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും വഴിവിട്ട സഹായം നൽകിയെന്ന പരാതിയിൽ കേസെടുക്കണമെന്ന ഹർജി കോടതി തള്ളി. മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത്. കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന മാത്യു കുഴൽനാടന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും ടെസ്റ്റ് ഇന്നും മുടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റിനുള്ളവരുടെ പേര് വിളിച്ചത് പ്രതിഷേധക്കാർ തടഞ്ഞു. കണ്ണൂർ തോട്ടടയിലെ സർക്കാരിന് കീഴിലുള്ള ടെസ്റ്റിംഗ് ഗ്രൌണ്ടിൽ വിവിധ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ കിടപ്പ് സമരം നടത്തിയാണ് പ്രതിഷേധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ ചൂട് കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും വ്യാഴാഴ്ച വരെ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് വൈകിട്ട് 3:30 വരെ അതിതീവ്ര തിരമാലകൾക്ക് സാധ്യത. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാടാണ് ഏറ്റവും ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്. ഈ ആഴ്ച വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ മിന്നലോടുകൂടിയ മഴ ലഭിച്ചേക്കും. ഉഷ്ണതരംഗത്തെ തുടർന്ന് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾ വൻതോതിൽ നശിക്കുന്നതായി പഠനം. ദ്വീപ് മേഖലയിലെ പവിഴപ്പുറ്റിന്റെ ഏറിയ പങ്കും ബ്ലീച്ചിങ്ങിന് വിധേയമായതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ പഠനത്തിലാണ് കണ്ടെത്തിയത്. ഉഷ്ണതരംഗങ്ങൾ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 27 മുതൽ ലക്ഷദ്വീപിൽ ഈ സാഹചര്യമാണുള്ളതെന്നാണ് കണ്ടെത്തൽ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശാന്തിനഗർ പരിസരത്തെ വീടുകളിൽ രാത്രി വെള്ളം കയറി. കൊല്ലത്ത് രാത്രി കടൽക്ഷോഭം ശക്തമായി. വെടിക്കുന്ന് തിരുവാതിര നഗറിൽ ഒരു വീട് പൂർണ്ണമായി കടലെടുത്തു. തിരുവനന്തപുരം പൂന്തുറ മേഖലയിലും കടലാക്രമണം ശക്തമാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ 4x400 മീറ്റർ റിലേയിൽ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി. ബഹാമാസിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് റിലേയിൽ ഹീറ്റ്സിന്റെ 2ാം റൌണ്ടിൽ 2ാം സ്ഥാനത്തെത്തിയതോടെയാണ് ഇരു ടീമും ഒളിമ്പിക്സിൽ സീറ്റ് ഉറപ്പിച്ചത്. മലയാളികളായ മുഹമ്മദ് അനസ്, യഹിയ, അമോദ് ജേക്കബ്, മുഹമ്മദ് അജ്മൽ എന്നിവർക്ക് പുറമെ ആരോഗ്യ രാജീവാണ് പുരുഷ ടീമിലെ അംഗങ്ങൾ. രൂപാൽ ചൌധരി, MR പൂവമ്മ, ജ്യോതിക ശ്രീദണ്ഡി, ശുഭ വെങ്കടേശൻ എന്നിവരടങ്ങുന്നതാണ് വനിതാ ടീം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് വൈകിട്ട് 3:30 ബംഗ്ലാദേശിലെ സിൽഹെറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 5 മത്സര പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം ഒടുവിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന വനിതകളുടെ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും എ ഗ്രൂപ്പിൽ മത്സരിക്കും. നിലവിലെ ജേതാക്കളായ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ ടീമുകളും ഇതേ ഗ്രൂപ്പിലുണ്ട്. ഒക്ടോബർ 3 മുതൽ 20 വരെ ബംഗ്ലാദേശിലാണ് മത്സരം. ICSE 10ാം ക്ലാസ്, ISE 12ാം ക്ലാസ് പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. CISCE.org അല്ലെങ്കിൽ results.cisce.org എന്നീ വെബ്സൈറ്റുകളിലൂടെ ഫലം അറിയാം. ഡിജി ലോക്കർ പോർട്ടൽ വഴിയും ഫലമറിയാം. ഉപരിപഠന യോഗ്യത ലഭിക്കാത്തവർക്കായുള്ള കമ്പാർട്ട്മെന്റ് പരീക്ഷ ഇക്കൊല്ലം മുതൽ ഇല്ല. പകരം 2 വിഷയങ്ങളിൽ ജൂലൈയിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാം. കോഴിക്കോട് തീരത്തിനടുത്ത് ഇറാനിയൻ ബോട്ട് കേന്ദ്ര തീരസംരക്ഷണ സേന കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് തീരത്ത് നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് ബോട്ട് പിടിച്ചെടുത്തത്. 6 മത്സ്യത്തൊഴിലാളികൾ ബോട്ടിലുണ്ടായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 294 പോയിന്റ് ഉയർന്ന് 74,185-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 27 പോയിന്റ് നേട്ടത്തിൽ 22,515-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. സ്വർണ്ണം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 6,605 രൂപയും പവന് 160 രൂപ ഉയർന്ന് 52,840 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. 5ാം ഘട്ടത്തിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. രാജ്യത്തെ 7ാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കനത്ത ജാഗ്രത തുടരുന്നു. ഉഷ്ണതരംഗത്തെ തുടർന്ന് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾ വൻതോതിൽ നശിക്കുന്നതായി പഠനം. ധാതുമണൽ ഖനനത്തിനായി സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകി എന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ കേസെടുക്കണമെന്ന ഹർജി കോടതി തള്ളി.
പാരീസ് ഒളിമ്പിക്സിന്റെ 400 മീറ്റർ റിലേയിൽ യോഗ്യത നേടി ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.